ചൈന വിട്ട റോക്കറ്റ് പോലത്തെ ഒരു എപ്പിസോഡാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. അങ്ങനെ കൃഷും കൺമണിയും ചേർന്ന് ബലരാമന്റെയും മാനസിയുടെയും കല്യാണം മുടക്കി ഭാഗ്യശ്രീയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. തുടർന്ന് അവരെയെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവിടെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ബലരാമനോട് ഭാഗ്യശ്രീ നന്ദി പറയുകയാണ്. തുടർന്ന് ബലരാമൻ ഭാഗ്യശ്രീയോട് നീ എന്നോട് നന്ദിയൊന്നും പറയേണ്ടത് എന്റെ കടമയാണെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ബലരാമനും ഭാഗ്യശ്രീയും കൃഷ്ണോടും കൺമണിയോടും മഹിയോടും എല്ലാം നന്ദി പറയുകയാണ്. അങ്ങനെ മൊത്തത്തിലൊരു നന്ദി മയമാണ്. തുടർന്ന് കാണിക്കുന്നത് സാഗറിനെയും അതുപോലെ ദേവ്ജിയുമാണ്. സാഗർ നല്ല സന്തോഷത്തിലാണ്. ബലരാമന്റെ കല്യാണം മുടക്കിയ സന്തോഷത്തിലാണെന്നായിരിക്കും നമ്മൾ ആദ്യം കരുതുന്നത്. പക്ഷെ അതൊന്നുമല്ല. സാഗർ ആ ഒരു കോൺവെന്റിൽ പോയിട്ട് കൃഷിന്റെയും കൺമണിയുടെയും കല്യാണ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ മദർ സുപ്പീരിയറിനോട് ഇവരുടെ കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. ഈ കാര്യമാണ് ദേവ്ജിയോട് പറയുന്നത്. എന്നാൽ അത് കേട്ട് ദേവ്ജി അത് ശരി, അപ്പോൾ സാഗർ അവരെ കാണാൻ പോയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സാഗർ ദേവ്ജി അവരെ കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി എന്ന് പറയുകയാണ്. അവർ കൃഷ്ണയെക്കുറിച്ചും കൺമണിയെക്കുറിച്ചും കുറെ തിരക്കി എന്ന് പറയുകയാണ്. എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത്. അത് മാത്രമല്ല കൃഷ്ണയും കൺമണിയെയും ഞാൻ അവർക്ക് മുമ്പിൽ കൊണ്ടുവരാമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജിക്ക് നല്ല ദേഷ്യം വരികയാണ്. നീ ഇതെന്ത് വൃത്തികേടാണ് സാഗർ കാണിച്ചിരിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കൃഷി സത്യങ്ങളെല്ലാം അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ അവർ തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്. കൃഷ്ണയും കൺമണിയും കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുമെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ അതായിക്കോട്ടെ എന്ന് ഞാൻ കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ അത് കേട്ട് ദേവ്ജി നിനക്ക് വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണയും കൺമണിയും അവിടെ മുന്നിൽ കൊണ്ട് ചെല്ലാൻ നിനക്ക് വല്ല ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റാണ്. അനാവശ്യമായ ഒരു ആശ അവർക്ക് നീ കൊടുത്തിരിക്കുകയാണെന്ന് പറയുകയാണ്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ഒരു സൂചനയും തരാതെയാണ് ഇവർ സംസാരിക്കുന്നത്. കൃഷിനെ ഓർഫനേജിൽ നിന്ന് എടുത്തു വളർത്തിയ രീതിയിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. പക്ഷെ അതെന്താണെന്ന് ഇതുവരെ ആയിട്ട് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നില്ല. തുറന്ന് കാണിക്കുന്ന ശ്രീനിയാണ്. ശ്രീനിയുടെ വീടിന്റെ മുറ്റത്തേക്ക് ഒരു അയൽക്കാരൻ വരികയാണ്. എന്താ ഇവിടുത്തെ കല്യാണക്കാര്യത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് അയാൾ വരുന്നത്. കല്യാണ ഒരുക്കത്തെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. മനോജ് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീനി ഇല്ല മനോജ് വന്നിട്ടില്ല, കാശ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട നാട്ടുകാരൻ പിന്നെ ശ്രീനിയോട് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നെങ്കിൽ ശ്രീനിയേട്ടന്റെ മോളെ ഞാൻ തന്നെ കെട്ടിച്ചയക്കുമായിരുന്നു എന്നൊരു പഞ്ച് ഡയലോഗ് പറയുകയാണ്. എന്നാൽ ആ ഡയലോഗിൽ ശ്രീനിക്ക് സന്തോഷമാവുകയാണ്. നിനക്ക് അങ്ങനെ ഇങ്ങനെ പറയാനൊക്കെ തോന്നിയല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുകയാണ് ശ്രീനി. തുറന്നു കാണിക്കുന്നത് കൺമണിയുടെ അമ്മായിയാണ്. കൺമണിയുടെ അമ്മായി മനോജിനെ ഫോണിൽ വിളിക്കുകയാണ്. എന്തായി മനോജ്, ബാങ്കിൽ നിന്ന് ലോൺ ശരിയായോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് മനോജ് അതൊക്കെ ശരിയായിട്ടുണ്ട് അമ്മായി എന്നൊക്കെ പറയുമ്പോൾ അമ്മായി പിന്നെ മനോജിനോട് എന്തിനാണ് മനോജ് നീ എന്നോട് കള്ളം പറയുന്നത്? എനിക്ക് എല്ലാം അറിയാം, എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു. നിന്റെ വയ്യായ എന്തായെന്ന് ചോദിക്കുകയാണ്. നിന്റെ അസുഖത്തെ കുറിച്ച് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് ഒന്ന് കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. തുടർന്ന് മനോജ് അയ്യോ അമ്മായി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനോജ് ഒന്ന് ചുമയ്ക്കുകയാണ്. തുടർന്ന് അമ്മായി പിന്നെ മനോജിനോട് നീ നിന്റെ ആരോഗ്യമൊക്കെ നോക്കണം, ഞാൻ എല്ലാം അറിഞ്ഞു, നിന്റെ ജോലി നഷ്ടപ്പെട്ട കാര്യവും ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുകയാണ്. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി ഫോൺ വെക്കുകയാണ്. അങ്ങനെ മനോജിന് എന്തൊരു അസുഖമുള്ള പോലെയാണ് അമ്മായി സംസാരിക്കുന്നത്. പക്ഷെ അതും എന്താണെന്ന് നമ്മളോട് കൃത്യമായി പറയുന്നില്ല. തുടർന്ന് മനോജ് തന്റെ മുറിയിൽ പോയിട്ട് റൂംമേറ്റിനോട് സംസാരിക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം അയാളോട് പറയുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷും കൺമണിയും കാറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കൺമണിയുടെ വീട്ടിൽ കൺമണിയെ കൊണ്ടുവന്നാക്കുന്നതിന് വേണ്ടിയാണ് അവര് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് കൺമണിയും കൃഷും ഭാഗ്യശ്രീയുടെ കാര്യത്തെ കുറിച്ച് പറയുകയാണ്. ലോകത്ത് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അമ്മയ്ക്കൊപ്പമാണ്. പക്ഷെ ഭാഗ്യശ്രീയുടെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. അമ്മയാണ് ഭാഗ്യശ്രീയുടെ ഏറ്റവും വലിയ ശത്രു. ഭാഗ്യശ്രീയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക തരം സൈക്കോ അമ്മയാണ് സുമിത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടാണ് ഇവര് പോകുന്നത്. തുടർന്ന് കൺമണി കൃഷ്ണ കളിയാക്കുകയാണ്. സാർ കരാട്ടിയാണോ അതോ കളരിയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. തുടർന്ന് കൺമണി ആ ഗുണ്ടകളെയെല്ലാം സാർ ഇടിച്ച് പരുവമാക്കുന്ന കണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയെ പുകഴ്ത്തുകയാണ്. ഞാൻ എന്തായിട്ട് കാര്യം എന്താണ്, എനിക്കൊപ്പം നീയല്ലേ ഉള്ളത്, നിന്റെ ഈ ധൈര്യത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെ കുറെ പുകഴ്ത്തുകയാണ്. ഈ സമയത്ത് കൃഷി കൺമണിക്ക് ഒരു മുത്തുകവ് കൊടുക്കാൻ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷ്ണയെ ഒന്ന് പറ്റിക്കുകയാണ്. അയ്യോ സാറിന്റെ മുന്നിൽ ഒരു വണ്ടി വട്ടം ചാടി എന്ന് പറയുമ്പോൾ കൃഷിന്റെ ശ്രദ്ധ മാറുകയാണ്. കൃഷി സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി ചവിട്ടി നിർത്തുകയാണ്. അപ്പോഴാണ് കൺമണി പൊട്ടിച്ചിരിക്കുന്നത്. കൃഷ്ണ പറ്റിച്ചതാണ്. മുത്തുകാവ് തരാൻ നേരം കൃഷിന്റെ ശ്രദ്ധ തെറ്റിക്കുന്നതിന് വേണ്ടി കൺമണിയുടെ ചെറിയൊരു അടവാണ്. എന്നാൽ അത് കണ്ട് കൃഷിനെ വിഷമമാവുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് പിണങ്ങുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷിയോട് സാറിന്റെ പിണക്കം എങ്ങനെ മാറ്റണമെന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കൃഷിന്റെ കവിളിൽ ഒരു മുത്തുകാവ് കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ട്
കൃഷ്ണ സന്തോഷമാവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ ഒരു കോൾ വരികയാണ്. കൃപയാണ് വിളിക്കുന്നത്. തുടർന്ന് കൃഷ്ണ സ്പീക്കർ ഫോണിൽ ഓൺ ആക്കിയിട്ടാണ് കൃപയോട് സംസാരിക്കുന്നത്. തുടർന്ന് കൃപ പിന്നെ കൃഷ്ണയോട് സാർ ഇപ്പോൾ എങ്ങോട്ടാണ്, ചേട്ടൻ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ്ണ ഞാൻ കൺമണിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പോവുകയാണ്. തുടർന്ന് കൃപ സൂപ്പർ കൺമണി ചേട്ടന്റെ അടുത്ത് തന്നെയില്ലേ. തുടർന്ന് കൺമണിയാണ് കൃപയോട് സംസാരിക്കുന്നത്. ചേട്ടൻ കൺമണിയും കൂട്ടിക്കൊണ്ട് എത്രയും വേഗം വീട്ടിലേക്ക് വരണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്. വേഗം ചേട്ടൻ കൺമണിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് കൃപ. തുടർന്ന് കൃഷ് നീ ഞങ്ങളെ പറ്റിക്കുകയല്ലേ, ഇത് നിന്റെ പ്ലാൻ അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃപ അയ്യോ ചേട്ടാ അല്ല, അച്ഛൻ പറഞ്ഞിട്ടാണ്, എന്തോ ഗൗരവമുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസ കല്യാണം മുടങ്ങിയതിന്റെ ദേഷ്യത്തിൽ കാലിച്ചു തുള്ളിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. മേക്കപ്പ് എല്ലാം വാലിച്ച് ദൂരെ കളഞ്ഞുകൊണ്ടാണ് മാനസ വരുന്നത്. സാരിയെല്ലാം അലങ്കോലമാക്കി മുടിയെല്ലാം പിച്ചി ചിന്തിക്കൊണ്ട് ഒരു ഭ്രാന്തി എന്ന രീതിയിലാണ് മാനസ നല്ല ദിവസത്തിൽ വരുന്നത്. തുടർന്ന് സുമിത്ര പിന്നെ മാനസിയെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ നീ സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് മാനസ നല്ല ദിവസത്തിൽ ബലരാമനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുകയാണ്. ബലരാമൻ ഫ്രോഡാണ്, വൃത്തികെട്ടവനാണ്, ചീറ്ററാണ്, അവൻ എന്നെ ചതിച്ചു, കാളൻ. അങ്ങനെ പതിവില്ലാതെ മാനസ കുറെ ഇംഗ്ലീഷ് ഡയലോഗുകളെല്ലാം പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ജയമോഹൻ വന്നിട്ട് മാനസയെ ആശ്വസിപ്പിക്കുകയാണ്. നീ ഒന്ന് വിഷമിക്കാതെ നിൽക്കുക മാനസ, എല്ലാത്തിനും കാരണം ആ സുമിത്രയാണ് നമ്മളെ കൊണ്ട് ഈ വേഷം കെട്ടിപ്പിച്ചത്. തുറന്ന് ഹേമ എന്തായിരുന്നു അവളുടെ ഒരു നാടകം, സ്വന്തം മോളെ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ട് പോയിട്ട് അതും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് ബലരാമനെ കൊണ്ട് മാനസിയെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചു. എന്തായിരുന്നു അവരുടെയൊക്കെ ഒരു നാടകം. നമ്മളെക്കാട്ടും വലിയ ഫ്രോഡുകളാണ് ചേട്ടാ അവര്. നമ്മളെയെല്ലാം നൈസായിട്ട് നാണം കെടുത്തിയിരിക്കുകയാണ് സുമിത്ര എന്നൊക്കെ പറഞ്ഞ് സുമിത്രയെ കുറ്റപ്പെടുത്തുകയാണ്. തുടർന്ന് ജയമോഹൻ പിന്നെ ബലരാമനെ കുറ്റപ്പെടുത്തുകയാണ്. ബലരാമന് എന്റെ മകൾ മാനസിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ കല്യാണത്തിന് താല്പര്യമുണ്ടെന്ന് കള്ളം പറഞ്ഞത്? അവനൊരാണല്ലേ, അവനിത് ആദ്യമേ തന്നെ പറയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമനെ കുറ്റപ്പെടുത്തുകയാണ്. ഇതെല്ലാം സുമിത്രയുടെ നാടകമാണെന്ന് ബലരാമൻ അറിയാമായിരുന്നു. എന്നിട്ട് അവൻ ഒന്നും അറിയാത്ത പോലെ നമുക്ക് മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു. എന്റെ മകൾ മാനസിയെ ഇഷ്ടമാണെന്ന് കള്ളം പറഞ്ഞ് എന്റെ മുഖത്താണ് ബലരാമൻ കരിവാരി തേച്ചിരിക്കുന്നത്. തുടർന്ന് മാനസ നല്ല ദേഷ്യത്തിൽ എനിക്കൊന്നും കേൾക്കണ്ട, ഇനി അവരെ കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറയുകയാണ്. ഞാൻ അപമാനിതയായതിൽ എനിക്ക് വിഷമമില്ല. ഞാൻ മുമ്പ് ഒരുപാട് തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ അതിനുവേണ്ടി മാപ്പും പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാനിരുന്ന എന്നെ വീണ്ടും അപമാനിച്ചിരിക്കുകയാണ് ബലരാമൻ. എല്ലാവർക്കും മുമ്പിൽ എന്നെ ഒരു കള്ള മയക്കുമരുന്ന് കേസിൽ ജയിലിനകത്താക്കിയതും പോരാ, ഇപ്പോൾ എന്റെ അച്ഛനെയും അമ്മയെയും അപമാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മുമ്പിൽ നാണം കെട്ട് തലകൊമ്പിട്ട് നിൽക്കാൻ കാരണം ഇപ്പോൾ അവരാണ്. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണമെന്ന് പറയുകയാണ് മാനസ. എന്നാൽ അത് കേട്ട് ജയമോഹനും ഹേമിയും മോളെ നീ കഴിഞ്ഞതൊക്കെ മറന്നേക്കാൻ പറയുകയാണ്. നിനക്ക് മറ്റൊരു കല്യാണം നടത്തി തരാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ നല്ല ദേഷ്യത്തിൽ എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം, എനിക്ക് ബലരാമനോടും സുമിത്രയോടൊക്കെ പ്രതികാരം ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെ മാനസ അന്തസ്സായിട്ട് അച്ഛന്റെയും അമ്മയ്ക്കും മുമ്പിൽ നാടകം കളിക്കുകയാണ്. താനും കൂടി അറിഞ്ഞിട്ടുള്ള നാടകമാണെന്ന് ഇവരോട് പറയാതെ എല്ലാ സുമിത്രയുടെ തലയിൽ കെട്ടിവെച്ച് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് മാനസ. അങ്ങനെ മണ്ടരിൽ പതിരില്ല എന്ന രീതിയിൽ ഹാമിയും ജയമോഹനും മാനസിയെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. സുമിത്രയും ബലരാമനും ചേർന്ന് മാനസിയെ ചതിച്ചു എന്ന രീതിയിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.